ഹലോ ഫ്രണ്ട്സ്, ശുഭദിനം നേരുന്നു. ഓരോ മനുഷ്യനും ഒരു കാന്ത മനുഷ്യനാണ്. എന്നെക്കൊണ്ട് സാധിക്കും എന്നാണോ നിങ്ങളുടെ ചിന്ത, അതല്ല സാധിക്കില്ല എന്നാണോ? രണ്ടിൽ ഏതായാലും നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കുറച്ചുപേർ ജീവിത വിജയം നേടുമ്പോൾ മറ്റു ചിലർ പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി മാറുകയാണ്. വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികളെ തീരുമാനിക്കുന്നു. തോട്ട്സ് ബിക്കം തിങ്സ്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനും മനസ്സിന് സാധിക്കുന്നുവോ അതെല്ലാം നേടിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. ദിവസം മുഴുവൻ മനുഷ്യൻ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അയാൾ അതായി തീരുകയാണ്. എനിക്ക് നേടുവാൻ സാധിക്കും എന്ന സത്യം ഒരു പ്രാവശ്യം മാനസികമായി ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കാത്ത യാതൊരു കാര്യവും ഈ ഭൂമി ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ലക്ഷ്യത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ചുവടുവെപ്പുകൾ നിങ്ങൾ സ്വയം ആരംഭം കുറിച്ചിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്ക് 25,000 രൂപ സമ്പാദിക്കുവാൻ കഴിവുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അയാളെ എത്തിക്കുന്നതിന് ആവശ്യമായ സഹായിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങളെ ഒരു കാന്ത മനുഷ്യനെ പോലെ അയാൾ ആകർഷിക്കുവാൻ തുടങ്ങുന്നു. അതേ ചിന്തയിൽ എത്ര കാലം കടിച്ചു തൂങ്ങി നിൽക്കുന്നുവോ പ്രതിമാസം 25,000 രൂപ സമ്പാദിക്കുക എന്ന അയാളുടെ ലക്ഷ്യത്തിലേക്ക് അയാൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്നാൽ അയാളുടെ കുടുംബത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഈ പണം മതിയാകില്ല, ഒരു 35,000 രൂപയെങ്കിലും മാസം സമ്പാദിക്കണമെന്ന് അയാൾ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ തന്റെ കഴിവിൽ അയാൾ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അതുപോലെയിരിക്കും അതിന്റെ ഉത്തരം. അതിനുള്ള കഴിവ് എനിക്കില്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നതെങ്കിൽ 35,000 എന്ന തന്റെ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയുക തന്നെയില്ല. നേരെ മറിച്ച് സ്ഥിരമായി ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് നേടിയെടുക്കുവാനുള്ള തന്റെ കഴിവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അദ്ദേഹത്തിന് കഴിയുക തന്നെ ചെയ്യും. ഈ പറയുന്നത് നമ്മുടെ സാമ്പത്തികമായ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും എല്ലാ മേഖലകളിലും ഈ ആശയം നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളെ അല്ല, മറിച്ച് അവയോടുള്ള നമ്മുടെ മനോഭാവമാണ് വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത് പോലെ മനുഷ്യൻ അവന്റെ തന്നെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായി തീരുകയാണ്. നിങ്ങളുടെ മനോഭാവത്തിന് നിയന്ത്രണം നിങ്ങൾക്ക് തന്നെയാകുന്നു. മറ്റാർക്കും നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനാകില്ല. ശാന്തമായതും പോസിറ്റീവുമായ മനസ്സിൽ നിന്ന് മാത്രമേ മികച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. അത് എവിടെ മുങ്ങുന്നുവോ അതിന് സ്വഭാവം അത് കാണിക്കുക തന്നെ ചെയ്യും. നിരാശയിൽ മുങ്ങിയാൽ നിരാശയും, പ്രതീക്ഷയിൽ മുങ്ങിയാൽ പ്രതീക്ഷയുമായിരിക്കും അത് നിങ്ങൾക്ക് തരിക. നിങ്ങളുടെ സാഹചര്യങ്ങളെ ഒരിക്കലും മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, പക്ഷേ നിങ്ങളുടെ മനോഭാവത്തെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. തളരാത്ത മനസ്സ്, പിന്മാറാത്ത ഇച്ഛാശക്തി, കഠിനാധ്വാനത്തിലുള്ള സന്നദ്ധത, എല്ലാറ്റിലും ഉപരി ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം, ഇവയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചാലക ശക്തിയായി വർത്തിക്കേണ്ടത്. പരാജയങ്ങളെ നാം ഭയപ്പെടേണ്ടതില്ല. തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മെ നയിക്കുവാൻ എല്ലാറ്റിനുപരി ദൈവത്തിന് സാധിക്കുക തന്നെ ചെയ്യും. നാം ആഗ്രഹിക്കുന്നതെന്തും നമുക്ക് സാധിക്കാൻ, നമുക്ക് നേടിയെടുക്കുവാൻ നമ്മുടെ ചിന്തകൾക്ക് കഴിയും. നമ്മുടെ ചിന്തകളെ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നാം നമ്മെ തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾ ഏത് തരത്തിലുള്ളതാണെന്ന് നാം ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സന്തോഷമാണ് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ സംതൃപ്തിയാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശുഭചിന്തകളാണ്, നല്ല ചിന്തകളാണ്, പ്രസാദാത്മകമായ ചിന്തകളാണ്, പോസിറ്റീവായ ചിന്തകളാണ്. നേരെ മറിച്ച് നമുക്ക് ഭയം തോന്നുന്നുവെങ്കിൽ, നമുക്ക് നിരാശ തോന്നുന്നുവെങ്കിൽ, നമുക്ക് ദേഷ്യം വരുന്നുവെങ്കിൽ, നമുക്ക് വലിയ സങ്കടം വരുന്നുവെങ്കിൽ, നമുക്ക് നിരാശ വരുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടി അപ്പോൾ വളരെ മോശമായ, നമുക്കൊരു മോശമായ ജീവൻ തരുന്ന ചിന്തകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം പോസിറ്റീവായ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടി കടന്നുവിടുന്നതെങ്കിൽ കൂടുതൽ പോസിറ്റീവായ ഒരു ജീവിതമായിരിക്കും നമുക്ക് ലഭ്യമാവുക. നാം നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകൾ കൂടി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ അസംതൃപ്തികരവും ദുഃഖവും നിറഞ്ഞ, ഭയവും നിറഞ്ഞ ജീവിതമായിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് വളരെ സർഗാത്മകവും പ്രസാദാത്മകവും
ശുഭവുമായ നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഹാപ്പിയായ ഒരു ജീവൻ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.